ഈ ആപ്പിൾ വെച്ചിട്ടുണ്ടല്ലോ, ഇപ്പോൾ ഒരു ആപ്പിൾ സുർക്കയിലിടുന്നത് എല്ലായിടത്തും ഭയങ്കര വൈറലല്ലേ. നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ. നമ്മൾ ആപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതുണ്ടല്ലോ തണുത്ത വെള്ളത്തിലിട്ടിട്ട് ഒന്നുകൂടെ കഴുകിയിരിക്കണേ. കുറച്ച് നേരം തണുത്ത വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ ആപ്പിൾ കറക്കില്ല. അപ്പോൾ നമ്മൾ ആപ്പിൾ ആദ്യം ഒന്ന് തണുത്ത വെള്ളത്തിൽ ഇത്തിരി നേരം ഒന്ന് ഇട്ട് വെക്കട്ടെ. പിന്നെ ഇതിലേക്ക് വേണ്ട ഒരു 2 പച്ചമുളക്, ഒരു 10 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തതും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ ഒരു ഗ്ലാസ് ബോട്ടിലെടുക്കാം. അതിലേക്ക് നമ്മൾ വൈറ്റ് വിനീഗർ, ഒരു അരക്കപ്പോളം വൈറ്റ് വിനീഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ പഞ്ചസാര വരട്ടു. ഇനി കുറച്ച് ഉപ്പ് കേട്ടോ. ഉപ്പ് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. അതുകൊണ്ട് പഞ്ചസാരയൊക്കെ ഒന്ന് അലിയട്ടെ കേട്ടോ. ഉപ്പും ഈ സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ കഴുകിയ ആപ്പിൾ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ തിളപ്പിച്ചരച്ച വെള്ളം 1 കപ്പ് അതുകൂടി ഇത് നിറച്ചൊഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ ബോട്ടിൽ അടച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് കുളിക്കാം. നമ്മൾ നല്ലോണം കുലുക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അപ്പം തന്നെ ഇങ്ങനെ അങ്ങനെ കണക്കണ്ട പച്ചമുളകും. ഇത് ഒരു 2-3 മണിക്കൂർ വെച്ചിട്ട് എടുത്ത് നോക്കിയാൽ നല്ല സുറുക്കിയൊക്കെ പിടിച്ച് അടിപൊളി ടേസ്റ്റ് ആവും കേട്ടോ. എന്നാലും ഞാനൊരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്ത് നോക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ മുങ്ങി നല്ലോണം കിടക്കുന്നുണ്ട്. അപ്പം ഇനി ഇത് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് ഇതെടുത്ത് കഴിച്ചാൽ നമ്മൾ എനിക്ക് തോന്നുന്ന ടേസ്റ്റ് നമ്മൾ ബീച്ചിൽ നിന്നൊക്കെ കിട്ടുന്ന പൈനാപ്പിളൊക്കെ ഉപ്പിലിട്ടില്ലേ അതേപോലെയുള്ള ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഒരു നല്ല പുളിയും നല്ല മധുരവും ആപ്പിളിൻ്റെ ഒരു മധുരവും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഇരുന്ന് പിടിച്ചാൽ നല്ല സൂപ്പറാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ആപ്പിൾ കയ്യിലുണ്ടെങ്കിൽ ഫസ്റ്റ് ഇത് ട്രൈ ചെയ്തിട്ട് ആപ്പിൾ കഴിച്ചാൽ മതി കേട്ടോ.